ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിൽമി ഹണ്ടർ. ഫൈനലി ഫാൾ ഔട്ട് സീരീസ് കണ്ടു. ഈ സീരീസ് ഒരു ഗെയിമിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗെയിമിൽ എങ്ങനെയാണോ വിഷ്വൽസും ക്യാരക്ടേഴ്സും അത് ഇതിൽ കൊണ്ടുവരാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. വിഷ്വലി ഒരു ഗ്രാൻഡായ മേക്കിംഗ് ആണ്. അതിനനുസരിച്ച് റിസൾട്ട് സീരീസിന് കിട്ടിയിട്ടുണ്ട്. ഒരു എപ്പിക് സീരീസ് കണ്ടൊരു ഫീൽ ഈ സീരീസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തോന്നും. ഈ സീരീസിൽ സ്റ്റോറിയെ കുറിച്ച് പറയുന്നത് തന്നെ 1950s ആ ടൈമിൽ വേൾഡ് വാർ നടക്കുന്ന സമയത്ത് അമേരിക്കയിൽ ലോസ് ആഞ്ചൽസിൽ ഒരു ന്യൂക്ലിയർ ബോംബ് ഇടും. അതിന് മുന്നേ തന്നെ വേൾഡ് വാറിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പണക്കാർക്ക് വേണ്ടി മാത്രം വാൾട്ട് എന്നൊരു പേരിലൊരു കോളനി ഉണ്ടാക്കിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ വേൾഡ് വാർ ടൈമിൽ ആ വാൾട്ടിൽ നിന്നിരുന്ന പണക്കാരെല്ലാം രക്ഷപ്പെടും. അങ്ങനെ 200 വർഷത്തിന് ശേഷം വാൾട്ടിൽ നിന്ന് ലൂസി എന്നൊരു ക്യാരക്ടർ, ലൂസി തൻ്റെ അച്ഛനെ കണ്ടുപിടിക്കാനായിട്ട് അണ്ടർഗ്രൗണ്ടിൽ നിന്ന് വാൾട്ടിൽ നിന്ന് സർഫേസിലേക്ക് വരികയാണ്. അതിനുശേഷം ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ഈ സീരീസിലെ മെയിൻ സ്റ്റോറി എന്ന് പറയാം. ലൂസിയുടെ ക്യാരക്ടറാണ് മെയിൻ ലീഡ് എന്ന് പറയാം. ലൂസി വോൾട്ടിൽ നിന്ന് സർഫേസിലേക്ക് വന്നതിന് ശേഷം അവിടെ നടക്കുന്ന ലൂസിയുടെ അഡ്വഞ്ചേഴ്സും ആക്ഷൻസും അതുപോലെ തന്നെ മറ്റ് ക്യാരക്ടേഴ്സിൻ്റെ എൻട്രിയും അവർ തമ്മിലുള്ള ഫൈറ്റൊക്കെയാണ് ഈ സീരീസിലെ മെയിൻ സ്റ്റോറി. ഒരുപാട് ആക്ഷൻ സീൻസ് ഒന്നും കുത്തി കയറ്റാതെ നീറ്റായിട്ടാണ് ആക്ഷൻ സീനൊക്കെ എടുത്തിരിക്കുന്നത്. ക്യാരക്ടേഴ്സ്, ആക്ഷൻസ്, വയലൻസ് ഒക്കെ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഭയങ്കര എൻഗേജിങ് ആയിട്ട് ഈ സീരീസ് തോന്നി. ഒരുപാട് സ്കൈഫൈ സീരീസ് കണ്ടിട്ടുണ്ടെങ്കിലും ഈ സീരീസ് അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയ ഒരു സീരീസാണ്. ഗെയിമിൽ നിന്ന് ഇൻസ്പയർ എടുത്തൊരു സീരീസ് തന്നെയായിരുന്നു ലാസ്റ്റ് ഓഫ് അസ് സീരീസ്. പക്ഷേ ആ സീരീസ് ഭയങ്കര സൂപ്പറായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വാച്ചബിൾ എന്ന് പറയാം. കാരണം ഒരുപാട് ഡ്രാമ ഉള്ള ഒരു സീരീസ് ആയിരുന്നു ലാസ്റ്റ് ഓഫ് അസ്. ഡ്രാമ ഓവറായപ്പോൾ അത് ആ സീരീസിനെ തന്നെ സീരീസിൻ്റെ ഫാസ്റ്റ് സ്ക്രീൻ പ്ലേ തന്നെ ഒന്ന് സ്ലോ ആക്കി. ബട്ട് ഈ സീരീസ് അങ്ങനെയല്ല. തുടക്കം തൊട്ട് അവസാനം വരെ നമ്മളെ എൻഗേജിങ് ആയി തന്നെ കൊണ്ടുപോകും. ഈ സീരീസിലെ ഓരോ ക്യാരക്ടേഴ്സും അത്രയും സ്ട്രോങ് ആയി എഴുതിയത് കൊണ്ട് തന്നെ ആ ക്യാരക്ടേഴ്സൊക്കെ നമ്മളെ മൈൻഡിൽ തന്നെ നിൽക്കും. ക്യാരക്ടേഴ്സ് എന്നതിലുപരി അത് പെർഫോം ചെയ്ത ആക്ടേഴ്സ് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ക്യാരക്ടേഴ്സ് അത്രയും നമ്മൾ നീറ്റായിട്ട് തന്നെ ഈ സീരീസിൽ വർക്ക് ആയിട്ടുള്ളത്. വിഷ്വലി ഈ സീരീസ് ഒരു അടിപൊളി സീരീസാണ്. അവസാന എപ്പിസോഡൊക്കെ ആകുമ്പോൾ ഒരു വലിയൊരു ട്വിസ്റ്റ് ഈ സീരീസിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാകും. അതൊരു വലിയൊരു ട്വിസ്റ്റ് തന്നെയാണ്. VFX കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഒരു ടോപ്പ് നോച്ച് VFX വർക്കാണ് ഈ സീരീസിൽ വന്നിരിക്കുന്നത്. ഒരു മസ്റ്റ് വാച്ച്, ഒരു ഹൈലി റെക്കമെൻഡഡ് സീരീസ് തന്നെയാണ്. എവിടെയും നിങ്ങൾക്ക് ബോറടിക്കില്ല. സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ ഒരു എൻഗേജിങ് ആയി പോകുന്ന ഒരു സീരീസ് തന്നെയാണ്. ഓരോ ക്യാരക്ടേഴ്സ് സീരീസിലേക്ക് ആഡ് ആകുമ്പോൾ നമുക്ക് ആ ക്യാരക്ടേഴ്സുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് തോന്നുന്ന ഒരു ക്യാരക്ടേഴ്സാണ്. അത്രയും നന്നായിട്ട് തന്നെ അവർ അത് പെർഫോം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു ഹൈലി റെക്കമെൻഡഡ് സീരീസാണ്. ജസ്റ്റ് ഒരു 1 സീസൺ മാത്രമേ റിലീസ് ചെയ്തിട്ടുള്ളൂ. ഇനി വരും വർഷങ്ങളിൽ അടുത്ത സീസൺസ് റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു സീസണിൽ 8 എപ്പിസോഡ് വെച്ചിട്ടാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. 8 എപ്പിസോഡും നിങ്ങളെ ടൈം വർത്ത് ആവുന്ന ഒരു വർത്ത് വാച്ച് സീരീസാണ് ഫാൾ ഔട്ട്. ആമസോൺ പ്രൈമിൽ വന്ന ബെസ്റ്റ് സീരീസുകളിൽ ഒരു ബെസ്റ്റ് സീരീസും കൂടിയാണ് ഫാൾ ഔട്ട് സീരീസ്. ഈ സീരീസ് കണ്ടതിന് ശേഷം നിങ്ങൾ എന്തെങ്കിലും സീസൺ 2 വേണ്ടി വെയിറ്റ് ചെയ്യും. അതെന്തായാലും ഉറപ്പാണ്. സീസൺ 2 എന്തായാലും നെക്സ്റ്റ് ഇയർ റിലീസ് ആവാൻ ചാൻസസ് ഉണ്ട്. കാരണം ആമസോൺ പ്രൈം അങ്ങനെ അധികം ലേറ്റ് ആക്കാറില്ല. എന്തായാലും ഈ സീരീസിന് സെക്കൻഡ് സീസൺ എന്തായാലും ഉണ്ട്. അടുത്ത വർഷം നമുക്ക് എന്തായാലും ആ സെക്കൻഡ് സീസണിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. വേറെ വീഡിയോയിൽ നമുക്ക് പിന്നെയും കാണാം. ബൈ.